ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ പോഴ്സ് ടൈറ്റനിങ്, അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കൺസേണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അതായത് മറ്റൊന്നുമല്ല ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ. അപ്പോൾ ഈ ഒരു ഫേസ് മിസ്റ്റ് ടോണർ എന്ന് പറയുന്ന സംഭവം നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷമാണ് ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല, സീക്രട്ട് ഓഫ് ജീജു ഐലൻഡ്. കൊറിയ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ജീജു ഐലൻഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ബ്രാൻഡ് പിലിഗ്രിം ആണല്ലേ. അപ്പോൾ പിലിഗ്രിമിൻ്റെ ഫേസ് മിസ്റ്റ് ടോണർ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആണ്. ആൽക്കഹോൾ ഫ്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. നോർമലി നമ്മൾ ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു നമ്മൾ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം pH ബാലൻസ് ഒക്കെ നന്നായിട്ട് ഡിസ്റ്റർബ് ആവും. സോ അതൊന്ന് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ആണ് നമ്മൾ ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആൽക്കഹോൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ ആൽക്കഹോൾ ഫ്രീ ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടോണറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മറ്റൊന്നുമല്ല വൈറ്റ് ലോട്ടസും, പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ക്യാമലിയ എന്ന് പറഞ്ഞതും, പിന്നെ വിച്ച് ഹെസേൽ. അപ്പോൾ ഈ ഒരു 3 ഹീറോ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. പിന്നെ ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്, അതായത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. സോ സേഫ്റ്റി യൂസ് ആണ്, നമുക്ക് പേടിക്കേണ്ട. പിന്നെ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ഒരു ടോണർ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഒന്ന് അകത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മിസ്റ്റ് ചെയ്താൽ മതി, സംഭവം കഴിഞ്ഞു. പിന്നെ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് ഉണ്ടാകും. സോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും സേഫാണ് യൂസ് ചെയ്യാൻ വേണ്ടി, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൽ പാരബൻസോ സൾഫേറ്റ്സോ ഒന്നും തന്നെ ഇൻക്ലൂഡ് അല്ല കേട്ടോ, ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഒരു ടോണറാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ടോണർ നമുക്ക് തരേണ്ട ഒരു ഗുണം എന്ന് വെച്ചാൽ ഡിസ്കവർ റെജുവിനേറ്റഡ് സ്കിൻ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹൈഡ്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ പ്രൈസാണ്, 300 സംതിങ് അല്ലെങ്കിൽ 300 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്, 200 സംതിങ്ങിനൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 200 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു ടോണർ ഫേവറേറ്റ് ആവാൻ കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് വാല്യൂ ഫോർ മണി കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മണിക്ക് വേർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ അഫോർഡബിൾ പ്രൈസാണ്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ഔട്ട് ചെയ്താൽ മതി, നമ്മൾ കയ്യിലെടുക്കുക ഒന്നും വേണ്ട. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഹൈഡ്രേഷൻ നറിഷ്മെൻറ്റ് മാത്രമല്ല കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്, പല ഗുണങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ഒട്ടും തന്നെ നഷ്ടമില്ല, ശരിക്കും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോണർ നമുക്ക് ഫേസ് മിസ്റ്റ് അല്ലെങ്കിൽ ടോണറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഫേസ് പാക്സ് ഒക്കെ ഉണ്ടാക്കുകയല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് റോസ് വാട്ടറിനൊക്കെ പകരം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് ഏജൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ടോണർ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ്. എന്തൊക്കെ ഗുണങ്ങളാണെന്ന് നോക്കുകയാണെങ്കിൽ pH ബാലൻസ് ചെയ്യും, റെജുവിനേറ്റ് ചെയ്യും, സ്കിൻ ടൈറ്റൻ ചെയ്യും, നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും, ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും, പിന്നെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യും. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഹൗ ടു യൂസ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക, ക്ലെൻസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പാട്രേ ചെയ്യുക. ഒരിക്കലും വെറ്റ് ആയിട്ടുള്ള ഫേസിൽ നമ്മൾ ടോണർ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. പാട്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ഔട്ട് ചെയ്ത് കാണിച്ചാലും മതി, സ്പ്രേ ഔട്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നെക്കിലും കൂടെ സ്പ്രേ ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് കേട്ടോ, അപ്ലൈ ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം, മെല്ലെ ഒന്ന് സ്പ്രെഡ് ഓവർ ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ എല്ലാ ദിവസവും ഡെയിലി ഇത് ഫോളോ അപ്പ് ചെയ്ത് പോകാനും കൂടെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂസേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ. ഇത് 100 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് കുറച്ച് നാൾ നിൽക്കുക തന്നെ ചെയ്യും കേട്ടോ ഈ ഒരു 100 ml എന്ന് പറയുന്നത്. സൂത്തിങ്, ആൻറ്റി ഓക്സിഡൻറ്റ്, പിന്നെ സോഫ്റ്റൻ ചെയ്യും, ഫേംനെസ് പ്രൊവൈഡ് ചെയ്യും, പിന്നെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും, മോയ്സ്ചറൈസേഷൻ നൽകും. അപ്പോൾ കുറേ അധികം ബെനിഫിറ്റ് ഉണ്ട്. ജസ്റ്റ് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ടോണിങ് എഫക്റ്റ് മാത്രമല്ല ഈ ഒരു ടോണർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ടോണർ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിന്ന് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ടോണർ എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആർക്കൊക്കെ എന്നുള്ളതാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഡള്ളായിട്ടുള്ള സ്കിന്നാണെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈനെസ് ആണ് നമ്മുടെ സ്കിന്നിൽ, അപ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു pH ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും ഹെൽത്തി ആക്കാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇലാസ്റ്റിസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് എന്താ പറയുക, പ്രീമച്വർ ഏജിങ്, എന്താ പറയുക, ആ ഒരു വേർഡ് എനിക്ക് കിട്ടുന്നില്ല, അകാല വാർദ്ധക്യം എന്നൊക്കെ പറയില്ല, ആ സംഭവമൊക്കെ ഭയങ്കരമായിട്ട് വിസിബിൾ ആവും. പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരും. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ യൂത്ത്ഫുള്ളായിട്ടും യങ്ങായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടോണർ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഉള്ളൊരു ടോണർ നല്ല ബെനിഫിറ്റ് നൽകുന്ന ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പിലിഗ്രിമിൻ്റെ ഈ ഒരു ടോണർ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബെസ്റ്റാണ് കേട്ടോ. പോഴ്സിൻ്റെ കാര്യം, അതായത് എൻലാർജ്ഡ് ആയിട്ടുള്ള പോഴ്സ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫേസിലൊക്കെ നോക്കുമ്പോൾ തന്നെ ആ ഒരു പോഴ്സ് ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ ഫേസിന് നമ്മൾ എന്തൊക്കെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്താലും ഒരു പൂർണ്ണത കിട്ടിയല്ല. അപ്പോൾ എൻലാർജ്ഡ് ആയിട്ടുള്ള പോഴ്സ്, ഡള്ളായിട്ടുള്ള സ്കിന്ന്, പിന്നെ ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള, പിന്നെ ഓയിലായിട്ട് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും, ഓയിൽ കൺട്രോൾ ചെയ്യും. ഓയിൽ മെഴുമഴാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് എന്താ പറയുക അത്ര ഹെൽത്തി ഒന്നും അല്ല. അതായത് കുറേ അധികം പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അതിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്, ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് ഈ ഒരു ടോണറിനെ കുറിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. യൂസേജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക സിമ്പിളായിട്ടുള്ള യൂസേജും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് സ്പ്രേ ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിലിഗ്രിമിൻ്റെ ഈ ഒരു ടോണറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള നമുക്ക് ഈ ഒരു നറിഷ്മെൻറ്റും ബ്രൈറ്റ്നസ്സും ഗ്ലോയിങ്ങും ഹൈഡ്രേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് pH ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ കാരണം ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഹീറോ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞു വൈറ്റ് ലോട്ടസ്, പിന്നെ വിച്ച് ഹെസൽ, പിന്നെ ക്യാമെലിയ എന്ന് പറഞ്ഞ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.